ശുഭരാത്രി സുഹൃത്തുക്കളെ. ആദ്യമായിട്ടാണ് നട്ടപ്പാതിരയ്ക്ക് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. നട്ടപ്പാതിരയല്ല, നേരം വെളുത്തു, 3 മണിയായി. അപ്പോൾ ഈ യൂട്യൂബർ ആവുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിസ്സാര പണിയല്ല കേട്ടോ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ രാത്രി ഉറക്കം. ഞാനിപ്പോൾ ഫ്രാൻസ് വാസ് സ്പെയിൻ യൂറോ കപ്പ് സെമി ഫൈനൽ 1 സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാത്രി ഉറക്കമളച്ച് കളി കാണണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇതിനൊന്നുള്ള സൗകര്യമില്ല, വീഡിയോ എടുക്കാനോ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഉള്ള സൗകര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വന്നിരുന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാലും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഈ 2-2:30 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്ത് ഉറക്കം കളഞ്ഞ് ഒക്കെ വേണം നമ്മളൊരു വീഡിയോ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് വിഷയത്തിലോട്ട് വരാം. ആരാടാ പറഞ്ഞത് ഡിഫൻസ് വിൻ ടൈറ്റിൽ നിന്ന്? ഞാനും അത് ഞാനും വിശ്വസിച്ചിരുന്നത് അത് തന്നെയാണ്, ഡിഫൻസ് വിൻ ടൈറ്റിൽ എന്ന്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്ത പ്രഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഫ്രാൻസ് സ്പെയിനിനെ ഓവർകം ചെയ്ത് ഫൈനലിലെത്തി ഫ്രാൻസ് വിൻ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ കണക്കൂട്ടലുകളെല്ലാം തെറ്റി ഗൈസ്. ഞാനും ഫ്രാൻസും വട്ടത്തിൽ മൂഞ്ചി ഗൈസ്. ഫ്രാൻസ് പുറത്തായിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഫാനും പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആര് ജയിച്ചാലും, സെമിയിലും ഫൈനലിലും ജയിച്ചാലും തോറ്റാലും എനിക്ക് വിഷയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ പ്രഡിക്ഷനാണ് ഇട്ടത്. പക്ഷെ അതൊന്നും അല്ലല്ലോ യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആരാണോ നന്നായി കളിക്കുന്നത് ആ ദിവസം, അത് ചിലപ്പോൾ ഒരു ഒറ്റ വ്യക്തിയുടെ പെർഫോമൻസ് മതി. നമ്മുടെ സിനദിൻ സിദാൻ ബ്രസീലിൽ, അതായത് പ്രൈം ബ്രസീലിനെ വട്ടത്തിൽ മൂഞ്ചിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ. അപ്പോൾ ഒരു ദിവസം മതി, ഒരു ദിവസം ആര് മികച്ച അതായത് അന്നത്തെ ദിവസം ആര് മികച്ചതായി കളിക്കുന്നുവോ അവർക്കേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഇന്ന് സ്പെയിനിൻ്റെ ദിവസമായിരുന്നു. ഏകദേശം കട്ടയ്ക്ക് നിന്ന മത്സരം തന്നെയാണ്. ഫ്രാൻസ് ആദ്യം ലീഡ് എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു 8ാമത്തെ മിനിറ്റിൽ തന്നെ ഫ്രാൻസ് ലീഡ് എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു 1-0 ഫ്രാൻസ് തൂക്കി. മൈ പ്രവചനം സക്സസ്. ഞാൻ വേറെ ലെവലിൽ, എൻ്റെ ഈ വീഡിയോസ് യൂട്യൂബിൽ കുറേ പേര് കാണുന്നു, ഞാൻ വേറെ ലെവലിലേക്ക് എത്തുന്നു. ഒന്നും നടന്നില്ല ഗൈസ്. ലാമിൻ യമാൽ, വാട്ട് എ പ്ലെയർ, 16ാമത്തെ വയസ്സിൽ. ഇത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, ലാമിൻ യമാലിനെ കുറിച്ചിട്ട്. ചെയ്തേ പറ്റുള്ളൂ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അത് ഇന്ന് തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. ഈവനിങ്ങോട് കൂടിയിട്ട് അത് വരും. അപ്പോൾ നമുക്ക് കളിയെക്കുറിച്ചിട്ട് തന്നെ പറയാം. കളിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്പെയിൻ കൊണ്ടുപോയി. ഈ പണ്ടാരക്കാലന്മാർ, സോറി ബാഡ് വേർഡ്സാണ്, പറയാതിരിക്കാൻ പറ്റില്ല, അവർക്ക് പാസ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. ഈ കുറേ കാലമായിട്ട് ഇവന്മാർ പാസ് ചെയ്ത് കളിക്കും, പൊസഷൻ ഇവന്മാർ കയ്യിൽ വെക്കും, പക്ഷേ ഇവന്മാർ ഗോൾ അടിക്കില്ലായിരുന്നു. ഇപ്പോൾ അതും അടിച്ചു തുടങ്ങി. അപ്പോൾ മേ ബി ഞാൻ എൻ്റെ പ്രഡിക്ഷൻസ് ഇപ്പോൾ ഫൈനൽ ഫ്രാൻസ് എടുക്കും എന്നുള്ള പ്രഡിക്ഷൻ തെറ്റിപ്പോയി. അപ്പം ഞാൻ ഇനി യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താ പറയുക, ആര് ജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരൊറ്റ വ്യക്തിയുടെ ഒരു ദിവസം, ആ ദിവസം ഒരു വ്യക്തിയുടേതാണെങ്കിൽ ആ ഒരാൾക്ക് കളി മൊത്തത്തിൽ മാറ്റിമറിക്കാൻ സാധിക്കും. അപ്പോൾ ആര് മികച്ച രീതിയിൽ കളിക്കുന്നു. ഇപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ തെറ്റിപ്പോയി, ഫ്രാൻസ് എന്നുള്ളത് തെറ്റിപ്പോയി. ലെറ്റ് സി, നമുക്ക് കാണാം. കാരണം ഇംഗ്ലണ്ടിനൊക്കെ ജൂഡ് ബെലിഹാം എന്ന് പറയുന്ന എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു പ്രതിഭ ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. സ്പെയിൻ ജയിച്ചു, സ്പെയിൻ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് കാണാം, കാത്തിരിക്കാം ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതിനായിട്ട്.